ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമനദീനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭഗവീരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് ശ്രീകൃഷ്ണ സുധാമ സംഗമമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാൻ കുചേലനോട് പറയാൻ തുടങ്ങി, പ്രിയപ്പെട്ട സുഹൃത്തെ, എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാണ് നാം. മാനവ സമുദായം വർണ്ണാശ്രമ തത്വങ്ങൾ പിന്തുടരണമെന്നത് നമ്മുടെ നേരിട്ടുള്ള ആജ്ഞയാണ്. നാം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനമാക്കി മനുഷ്യ സമൂഹത്തെ 4 വിഭാഗങ്ങളായി തിരിക്കണം. ഇവിടെ ഭഗവാൻ കൃത്യമായിട്ട് ഇവിടെ ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെ പറ്റി സുധാമാവിനോട് പറയുകയാണ്. അതും നേരിട്ടുള്ള ആജ്ഞയാണെന്ന് പറയും. യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയില് വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഞാൻ സൃഷ്ടിച്ചതാണെന്നും 18-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പം അവരുടെയൊക്കെ സ്വഭാവം, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രാദി 4 വർണ്ണങ്ങളുടെ സ്വഭാവം എന്തായിരിക്കണം, ആ കർമ്മവാസനയും ജന്മവാസനയും അനുസരിച്ച് മനുഷ്യരെ 4ആയി തരം തിരിച്ചിരിക്കുന്നത് ഭഗവാനാണെന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ഒരു ആജ്ഞാസ്വരൂപേണ ഒന്നും പറഞ്ഞിട്ടില്ല. അത് വർണ്ണാശ്രമ ധർമ്മങ്ങളെപ്പറ്റി ഉദ്ധവ ഉപദേശത്തിൽ ഇല്ലെങ്കിൽ ഭാഗവതത്തിലും പറയുന്നുണ്ട്. ആ വർണ്ണാശ്രമ ധർമ്മങ്ങളുടെ വിശദീകരണം മഹാഭാരതത്തിലുമുണ്ട്. ഏത് പുരാണം എടുത്താലും ഉണ്ടാകും. പക്ഷേ ഇവിടെ ഭഗവാൻ കൃത്യമായിട്ട് സുധാമാവിനോട് പറയുന്നു, പരോക്ഷമായിട്ട് എൻ്റെ നേരിട്ടുള്ള ഒരു ആജ്ഞയാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മാനവ സമുദായം വർണ്ണാശ്രമ തത്വങ്ങൾ പിന്തുടരണമെന്ന് നമ്മുടെ നേരിട്ടുള്ള ആജ്ഞ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ ഇച്ഛ ഈ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥിതികൾ യഥാവിധി ഏത് കാലത്തും പാലിക്കപ്പെടേണ്ടതാകുന്നു മാനവ സമുദായം. അതൊരിക്കലും ഇഗ്നോർ ചെയ്യാൻ സാധ്യമല്ല. ഇനി പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ ഇന്നത്തെ ജാതി മതങ്ങളുടെ രൂപമാറ്റം സംഭവിച്ചെങ്കിലും ഈ വർണ്ണാശ്രമ ധർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഇന്നും ലോകം നടക്കുന്നത്. കാരണം അത് ഈശ്വരൻ്റെ പരോക്ഷമായിട്ടുള്ള പരിപാലന വ്യവസ്ഥിതിയിലുള്ളതാണ്. അത് മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല എന്ന് അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നു, നാം അത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഗുണത്തെയും കർമ്മത്തെയും അടിസ്ഥാനമാക്കിയായിട്ട് മനുഷ്യ സമൂഹത്തെ 4 വിഭാഗങ്ങളായിട്ട് തിരിക്കണം എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. അതേപോലെ അത് ജാതി മതമായിട്ട് തിരിക്കാനല്ല പറഞ്ഞത്. ഇവിടേക്കാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് വേണ്ട പോലെ മനസ്സിലാക്കാത്തതിൻ്റെ ഉള്ള ദുരന്തങ്ങളും ദുഃഖങ്ങളും. ഇതാണ് ധർമ്മ മഹാഭാരതത്തിൻ്റെ ഭീഷ്മോപദേശത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ ധർമാനുസരണമല്ലാത്ത പ്രവർത്തികൾ ദുഃഖത്തിലേക്കും ദുരന്തങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നു. അപ്പോൾ പുരുഷാർത്ഥങ്ങളെ പരിപാലനം ചെയ്യുന്ന വ്യവസ്ഥിതിക്ക് ഉതകുന്ന വിധത്തിൽ ധർമ്മത്തിന് അനുസരണമായിരിക്കണം ആചരണങ്ങളെല്ലാം. എല്ലാ പ്രവൃത്തിക്കും ധർമ്മ അനുസരണമായിരിക്കണമെന്ന് ഒരു നിബന്ധന ഭഗവാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ അത് കർമ്മവാസനയും ജന്മവാസനയും ധർമ്മത്തിൻ്റെ ആചരണത്തിൽ കൃത്യമായിട്ടും ഈ ഗുണത്രയ വിഭാഗത്തെ അനുസരിച്ചുകൊണ്ട് സത്വരജ തമോ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലും കർമ്മവാസനയും അനുസരിച്ചുകൊണ്ടായിരിക്കണം ആ വ്യവസ്ഥിതി തന്നെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ സമൂഹത്തെ മാനവ സമുദായത്തെ 4ആയിട്ട് തിരിക്കണം എന്ന് തന്നെയാണ് പറയണത്. അതേപോലെ തന്നെ ഓരോ മനുഷ്യനും സ്വന്തം ജീവിതത്തെയും 4ആയിട്ട് തിരിക്കണം. ഒരു മനുഷ്യൻ തന്നെ 4ആയിട്ട് തിരിക്കുന്ന ആശ്രമധർമ്മങ്ങൾ, വർണ്ണാശ്രമധർമ്മങ്ങളുണ്ട്, അതും 4ആണ്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയും പരിപാലിക്കേണ്ടതായിട്ടുള്ള ആശ്രമധർമ്മങ്ങൾ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ആചരിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ജീവിതക്രമത്തെ 4ആയിട്ട് തിരിക്കണം. ആദ്യത്തേത് വിദ്യാർത്ഥി ജീവിതം, ബ്രഹ്മചര്യം ദീക്ഷിച്ച് യുക്തമായ വിദ്യാഭ്യാസം. അതായത് ആധ്യാത്മികയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ തൻ്റെ ഗൃഹസ്ഥാശ്രമധർമ്മം യഥാവിധി പാലിക്കുക, യജ്ഞദാന തപ കർമ്മങ്ങൾ നിർവഹിക്കേണ്ടത് എപ്രകാരമാണെന്നും അതനുസരിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉതകുന്ന വിധത്തിൽ കർമ്മങ്ങളെ യഥാവിധി ചെയ്യേണ്ടതും ഗൃഹസ്ഥാശ്രമധർമ്മത്തിലാണ്.
അതിന് വേണ്ടുന്നതൊക്കെ പഠിക്കുന്നതാണ് ഈ ദീക്ഷിത കാലത്തിൽ അഥവാ ബ്രഹ്മചര്യാശ്രമത്തിൽ പഠിക്കേണ്ടത്. അത് ആചരണത്തിൽ കൊണ്ടുവരലാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ ചെയ്യേണ്ടത്. അപ്പോൾ കേവലം ഈ ഘട്ടങ്ങളിൽ സുഖഭോഗങ്ങളിൽ മുഴുകാതെ ആധ്യാത്മിക ആചാരനെ ശുശ്രൂഷിക്കുക എന്ന പരമപ്രധാനമാണ് ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ നാം ശീലമാക്കേണ്ടത്. തപോനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കേണ്ട കാലഘട്ടമാണ് ബ്രഹ്മചാരിയുടേത്. അടുത്തത് ഗൃഹസ്ഥാശ്രമമാണ്. ഇവിടെ നിയന്ത്രിതമായ സുഖഭോഗങ്ങളാകാം, ഭൗതിക നേട്ടങ്ങളോ അല്ലെങ്കിൽ ഭൗതിക കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്നാൽ മൂന്നാമത്തെ ഘട്ടത്തിൽ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൻ്റെ വാനപ്രസ്ഥത്തിൽ സ്വീകരിക്കാൻ ഈ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിൽ തന്നെ കുറേശ്ശെയായിട്ട് ക്രമമായിട്ട് ഈ ഭൗതികമായിട്ടുള്ള സുഖഭോഗങ്ങളിൽ നിന്ന് ക്രമമായിട്ട് അതിൽ നിന്ന് വിടുതൽ സമ്പാദിക്കലാണ്. ഈശ്വരോന്മുഖമായിട്ടുള്ള കർമ്മത്തിലേക്ക് കംപ്ലീറ്റ് ഇന്ദ്രിയ ശക്തികളെ തിരിക്കലാണ് വാനപ്രസ്ഥത്തിൽ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 100 വയസ്സാണ് ആവറേജ് ഏജ് എങ്കിൽ 25 വർഷം പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം. 25 വർഷം ഗൃഹസ്ഥാശ്രമ ധർമ്മം, അപ്പം തന്നെ ജീവിതത്തിൻ്റെ പകുതി കഴിഞ്ഞു. പിന്നെയുള്ള 25 വർഷം കൊണ്ട് കുറേശ്ശെയായിട്ട് ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി മാത്രം ശ്രമിക്കേണ്ടതാണ്. പിന്നെ ഉള്ള ആയുസ് അനുസരിച്ച് കൊണ്ട് സന്യാസത്തെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ദേഹം ഉപേക്ഷിച്ച് ദേഹിയിലേക്ക് എത്തുക, ആത്മബോധ തലത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ശരീരം ത്യജിച്ചാൽ ഈശ്വരനിലേക്ക് മോക്ഷമാർഗത്തിലേക്ക് എത്തും. അതാണ് ശരിക്കും സന്യാസം എന്ന് പറയുന്നത്. ഇതേപ്പറ്റിയാണ് ഭഗവാൻ സുധാമാവിനോട് വിശദീകരിക്കുന്നത്. പരമാത്മ സ്വരൂപത്തിൽ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊണ്ട് ഈ 4 ഘട്ടങ്ങളിലും ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ നാം നിരീക്ഷിക്കുന്നു. ഇങ്ങനെയൊക്കെ വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ട് പരമാത്മ സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ കുടികൊണ്ടുകൊണ്ട് സാക്ഷിഭാവത്തിൽ ഈ 4 ഘട്ടങ്ങളിലും ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളെ നാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ ഈ ആചരണ വ്യവസ്ഥിതിയൊക്കെ ഭഗവാൻ സാക്ഷി രൂപത്തിൽ കാണുന്നുണ്ടെന്നർത്ഥം. ഏത് ഘട്ടത്തിലായാലും വേണ്ട ആധ്യാത്മിക ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് നാം ധർമ്മങ്ങളെ അനുസരിച്ച് ആധ്യാത്മിക ഗുരുവിൻ്റെ പരിചരണത്തിൽ ആത്മാർത്ഥതയും സ്വജീവിതം സമർപ്പിക്കുവാൻ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായിത്തീരുന്നു. അതായത് ഈ ആധ്യാത്മിക ജീവിതത്തിൽ ആര് ഉറച്ചു നിന്നുകൊണ്ട് ആത്മനിഷ്ഠനായിക്കൊണ്ട് കർത്തവ്യകർമ്മങ്ങളെ യഥാവിധി അനുഷ്ഠിക്കുന്നുവോ അവനിൽ ഞാൻ ഏറ്റവും പ്രിയങ്കരനായിരിക്കും, അവൻ എനിക്ക് ഏറ്റവും പ്രിയനായിരിക്കും എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. ബ്രഹ്മചര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു ആധ്യാത്മിക ആചാര്യൻ്റെ നിർദ്ദേശത്തിന് കീഴിൽ ബ്രഹ്മചാരിയായി കഴിയാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ബ്രഹ്മചാരിയായിരിക്കുമ്പോൾ ലൈംഗിക ശോധനയ്ക്ക് വിധേയനായാൽ ഗുരുദക്ഷിണ നൽകി അദ്ദേഹത്തെ വിട്ടുപോകണം. തുടർന്ന് ശിഷ്യൻ വിവാഹം കഴിച്ച് ഭാര്യയുമൊത്ത് ഗൃഹസ്ഥ ജീവിതത്തിൽ പ്രവേശിക്കുകയും വേണം. ബ്രഹ്മചര്യാശ്രമത്തിൽ ഗുരുവിനോടൊപ്പം ഗുരുകുലത്തിൽ വസിക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത മറ്റു കാര്യങ്ങളിൽ ഒന്നും ഇടപെടാൻ പാടില്ല. വിദ്യാഭ്യാസ കാലത്ത് ഇന്നത്തെ കുട്ടികളൊക്കെ കാട്ടുന്ന അവസ്ഥയൊന്നും ഒരിക്കലും ഭഗവാന്റെ ഇംഗിതത്തിന് അനുകൂലമല്ല. ആധ്യാത്മിക ജീവിതത്തിൽ ജീവിക്കുന്നവരെ ഇല്ലേ അതിനോട് താല്പര്യമുള്ളവർ പഠിക്കേണ്ട കാലത്ത് പഠിക്കേണ്ട വിഷയങ്ങളിൽ താല്പര്യം വെച്ചുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ ജീവിതം ദുരന്തമായി ഭവിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സുഹൃത്തും പണ്ഡിതനുമായ ബ്രാഹ്മണനോട് സംസാരിക്കുന്നതിനിടയിൽ ഭഗവാൻ നൽകുന്ന ഈ ഉപദേശങ്ങൾ മാനവ സമുദായത്തെ നേർവഴിക്ക് നയിക്കാൻ അത്യന്തം സഹായകരമാണ്. കേവലം ഒരു സുധാമാവിന് വേണ്ടിയിട്ട് മാത്രമല്ല ഇങ്ങനെ അവർ തമ്മിലൊരു സംഭാഷണം സംജാതമായത്. അത് ലോക നന്മയ്ക്ക് മാനവ സേവയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ബ്രാഹ്മണനെ നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിക്കുന്നതാണ്. എപ്പോഴും ഗുരുശിഷ്യ ബന്ധത്തിലോ ഇല്ലേ ഭഗവാൻ ആരോടെങ്കിലും സംവാദം നടത്തുമ്പോൾ അതിൽ എന്തെങ്കിലും ഉപദേശം നൽകുന്നുണ്ടെങ്കിൽ കേവലം അർജുനന് ഉപദേശം നടത്തി കൊടുത്തിട്ടുണ്ട്, ഭാഗവതത്തിൽ ഉദ്ധവോപദേശമുണ്ട്. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ശിഷ്യനായിട്ടോ ഇല്ലെങ്കിൽ തൻ്റെ അടുത്ത ബന്ധുവിനോ സുഹൃത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ഉപദേശങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാനവ ലോകത്തിന് തന്നെ മനുഷ്യന് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആധ്യാത്മിക ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉതകുന്ന വിധത്തിലുള്ള ഉപദേശങ്ങളാണ് ഭഗവാൻ നൽകിയിരിക്കുന്നത്. ഇവിടെ സുധാമ കൃഷ്ണ സംഗമത്തിലും ഭഗവാൻ സുധാമാവിനെ നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ യഥാവിധി എങ്ങനെയാണ് വർണ്ണാശ്രമ ധർമ്മങ്ങളെ സനാതനമായിരിക്കുന്ന ധർമ്മങ്ങളെ യഥാവിധി പാലിക്കപ്പെടേണ്ടത് എന്ന് ഇവിടെ ഭഗവാൻ ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വർണ്ണാശ്രമ ധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ
ഒരു മാനവ സംസ്കാരം തേച്ചു മിനുക്കിയ മൃഗ സമൂഹത്തിനേക്കാൾ ഒട്ടും മെച്ചമല്ല. വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആണും പെണ്ണും ലൈംഗിക ജീവിതത്തിൽ ഏർപ്പെടുന്നത് മനുഷ്യ സമൂഹത്തിന് സ്വീകാര്യവുമല്ല. അത് സാമുദായിക സംസ്കാരത്തെ തന്നെ തകിടം മറിക്കും. ഒന്നുകിൽ ഒരുവൻ ബ്രഹ്മചാരിയായി തന്നെ ജീവിക്കണം, അതല്ലെങ്കിൽ ആധ്യാത്മിക ആചാരൻ്റെ അനുവാദത്തോടെ വിവാഹം ചെയ്ത് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കണം. വിവാഹം കഴിക്കാതെ അവിഹിതമായിട്ടുള്ള ലൈംഗിക ജീവിതം നയിക്കുന്നത് മൃഗങ്ങളുടെ ജീവിതമാണ്. ജന്തുക്കൾക്ക് വിവാഹ സമ്പ്രദായമൊന്നുമില്ലല്ലോ. ആ മൃഗതുല്യരായിട്ട് ജീവിക്കുന്നവരാണ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്ന് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇവിടെ ബ്രാഹ്മണനും ഭഗവാനും തമ്മിലുള്ള സംവാദത്തിൽ ഒരു ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ ഭാര്യയും ഭർത്താവും എത്തരത്തിലായിരിക്കണം അവരവരുടെ ആചരണം കൊണ്ടു നടക്കേണ്ടത്, മനസ്സ് എത്രമാത്രം ശുദ്ധമായിരിക്കണം എന്നൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. സുഖഭോഗങ്ങളിൽ മുഴുകാം, മിതപരമായിട്ടുള്ള അല്ലെങ്കിൽ മിതമായിട്ടുള്ള ഭോഗസുഖങ്ങൾ അനുഭവിക്കാൻ ഗൃഹസ്ഥാശ്രമത്തിൽ ഭഗവാൻ അനുവദിച്ചിട്ടുണ്ടെന്നർത്ഥം. പക്ഷെ അതിനൊരിക്കലും ദുർവിനിയോഗം ചെയ്യാൻ പാടുള്ളതല്ല. ഭഗവാൻ എപ്പോഴും സാക്ഷിയായിട്ട് നമ്മുടെയൊക്കെ ഉള്ളിലിരുന്നു കൊണ്ട് ഈ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്നൊക്കെ വീക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കുന്നത് എന്നർത്ഥം. മനുഷ്യ ജീവിതത്തിൻ്റെ ദൗത്യം നിറവേറ്റുക എന്ന ലക്ഷ്യം ആധുനിക സമൂഹത്തിനില്ല. സ്വന്തം വീട്ടിലേക്ക്, അതായത് ഭഗവത് ധാമത്തിലേക്ക് മടങ്ങുക എന്നതാണ് മനുഷ്യജന്മത്തിൻ്റെ തന്നെ ദൗത്യം. ഇത് നിറവേറ്റാൻ വർണ്ണാശ്രമധർമ്മങ്ങൾ പിന്തുടരുക തന്നെ വേണം. കർക്കശമായും ബോധപൂർവം ഈ സമ്പ്രദായം പിന്തുടർന്നാൽ ജീവിത ദൗത്യം നിറവേറ്റാനാകും. അതേസമയം അറിവുള്ളവരുടെ നിർദ്ദേശമോ ഉപദേശമോ ഇല്ലാതെ പരോക്ഷമായിട്ട് പിന്തുടർന്നാൽ അത് മനുഷ്യ സമൂഹത്തിൽ ഒരുതരം ആകുല അവസ്ഥ സൃഷ്ടിക്കാനിടവരും. അതായത് എന്ത് ആചരണത്തിലും നമ്മൾ നിത്യജീവിതത്തിൽ ആചരണം കൊണ്ടുവരുമ്പോൾ അവിടെയൊക്കെ ഒരു ഗുരുവിൻ്റെ ഉപദേശം അല്ലെങ്കിൽ തത്വോപദേശം, ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഉപദേശങ്ങളെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആചരണത്തിൽ തന്നെ പിഴവ് സംഭവിക്കും. നമ്മൾ ഈ ശാസ്ത്രമൊക്കെ പഠിച്ചാൽ തന്നെ ശാസ്ത്രത്തെ യഥാവിധി പ്രമാണമാക്കിക്കൊണ്ട് അനുസരിക്കണമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. തസ്മാൻ ശാസ്ത്രം പ്രമാണത്തെ കാര്യകാരി വസ്തു, എന്താണ് ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ശാസ്ത്രമാണ് അർജുന പ്രമാണം എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ശാസ്ത്രവിധിപ്രകാരം ആചരണം ചിട്ടപ്പെടുത്തണം എന്നർത്ഥം. അത് നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കി അത് ആചരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ ചെയ്താൽ, തന്നിഷ്ടത്തിന് പ്രവർത്തിച്ചാൽ, അതിൽ നിന്ന് യഥാർത്ഥത്തിൽ അറിയാതെ പ്രവർത്തിച്ചാൽ അതിൽ നിന്ന് ക്ഷേമവും ഉണ്ടാകുന്നതല്ല, ശാന്തിയും സമാധാനവും ലഭിക്കുന്നതല്ല. കൃഷ്ണൻ ബ്രാഹ്മണനുമായിട്ടുള്ള സംഭാഷണം തുടർന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, വിദ്യാർത്ഥി ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങേക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. ഒരിക്കൽ ഗുരുപത്നിയുടെ നിയോഗമനുസരിച്ചുകൊണ്ട് നാം കാട്ടിൽ വിറക് ശേഖരിക്കാൻ പോയ കഥ ഓർക്കുന്നുണ്ടോ? വിറക് ശേഖരിക്കുന്നതിനിടയിൽ നമ്മൾ കാട്ടിൽ പെട്ട് വഴിയറിയാതെ വിഷമിച്ചു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കൊടുങ്കാറ്റടിച്ചു, ആകാശം ഇരുണ്ടു, തുടർച്ചയായിട്ട് ഇടിമുഴക്കവും മിന്നലും ഉണ്ടായി. അതോടൊപ്പം നേരം സന്ധ്യയായി. വഴി അറിയാൻ വയ്യാതെ നാം വനത്തിൽ അലഞ്ഞു നടന്നു. ഗംഭീരമായ പേമാരിയും തുടങ്ങി. എങ്ങും ജലപ്രവാഹം. ഗുരുവിൻ്റെ ആശ്രമത്തിലേക്കുള്ള വഴി കാണാതെ നമ്മൾ കുഴങ്ങി. ആ പേമാരി അങ്ങ് ഓർമ്മിക്കുന്നുണ്ടാവും. വാസ്തവത്തിൽ അത് മഴയായിരുന്നില്ല, സർവനാശമായിരുന്നു. പൊടിക്കാറ്റും പേമഴയും എന്ന് വേണ്ട, നമ്മെ വല്ലാതെ വേദനിപ്പിച്ചു. എങ്ങോട്ട് നോക്കിയാലും കുഴപ്പം തന്നെ. അപ്പോഴത്തെ ആ ആകുലാവസ്ഥയിൽ നാം ഇരുവരും പരസ്പരം കൈകോർത്ത് പിടിച്ച് വഴി കണ്ടുപിടിക്കാൻ നോക്കി. ആ നിലയിൽ ആ രാത്രി മുഴുവൻ നമുക്ക് കഴിച്ചു കൂട്ടേണ്ടതായിട്ടും വന്നു. നേരം വെളുത്തപ്പോഴാണ് നമ്മെ കാണാനില്ലെന്ന് ഗുരു അറിഞ്ഞ് ഉടനെ അദ്ദേഹം നമ്മെ തിരഞ്ഞു പിടിക്കാൻ മറ്റ് ശിഷ്യന്മാരെ പല ഭാഗത്തേക്ക് അയച്ചു. അദ്ദേഹവും അവരോടൊപ്പം പുറപ്പെട്ടു. അവർ കാട്ടിൽ നമ്മെ കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നതാണ്. ഇവിടെ ഭഗവാൻ ഇത്രയൊക്കെ ആ ബ്രാഹ്മണ ഉപദേശങ്ങൾ രൂപേണ പറഞ്ഞെങ്കിലും പിന്നീട് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു ദാരിദ്ര്യ അവസ്ഥയിലേക്ക് പോകാൻ ഒരു കാരണത്തെ പറയുന്നതായ ഒരു അനുഭവത്തെ ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ഈ സുദാമാവും ഭഗവാനും തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഈ കഥയൊക്കെ പറയുന്നതെന്നർത്ഥം. അപ്പം അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഇവിടെ ഭഗവാൻ ഓർത്തുകൊണ്ട് ഇതൊക്കെ ഓർക്കുന്നുണ്ടോ
അങ്ങേക്ക് ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എടുത്തു ചോദിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നർത്ഥം. അത്യന്തം കാരുണ്യപൂർവ്വം ഗുരുദേവൻ പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പം ഇവർ വഴിയറിയാതെ ഒരു കാട്ടിൽ പോയിട്ട് വിറക് ശേഖരിക്കാൻ പോയ ആ അവസ്ഥയിൽ അവിടെ പെട്ട കാര്യവും ഒരു ദിവസം കാട്ടിൽ കഴിയേണ്ടി വന്നതും അന്ന് കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ ഉണ്ടായ സമയത്ത് വഴിയറിയാൻ പോലും അറിയാതെ കാട്ടിൽ പെട്ടു രണ്ടുപേരും. കൈ ഓർത്ത് പിടിച്ചുകൊണ്ട് അവർ ആ രാത്രി മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം ഇവരെ കാണാഞ്ഞിട്ട് ശിഷ്യന്മാർ സഹമേതനായിക്കൊണ്ട് ഗുരു തന്നെ അന്വേഷിച്ചു വന്നു എന്നാണ് പറയണത്. അപ്പം അത്യന്തം കാരുണ്യപൂർവ്വം ഗുരുദേവൻ പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, എനിക്ക് വേണ്ടി നിങ്ങൾ എത്രയോ കഷ്ടപ്പെടേണ്ടി വന്നത് അത്ഭുതം തന്നെ. സ്വന്തം ശാരീരിക സുഖസൗകര്യങ്ങൾ തീരെ പരിഗണിക്കാതെ എനിക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പാടുകൾ സഹിച്ച നിങ്ങൾ ഗുരുവിനോട് എത്രയോ വിശ്വസ്തയുള്ളവരാണ്. ആധ്യാത്മിക ഗുരുവിൻ്റെ സംതൃപ്തിക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ള ഉത്തമ ശിഷ്യന്മാർ എന്ത് കഷ്ടപ്പെട്ടാലും സഹിക്കാൻ തയ്യാറാകുമെന്ന് മനസ്സിലാക്കുന്നതിൽ അത്യന്തം ഞാൻ സന്തുഷ്ടനാണ്. ആധ്യാത്മിക ഗുരുവിനോടുള്ള കടപ്പാട് തീർക്കാൻ ഉത്തമ ശിഷ്യൻ പ്രവർത്തിക്കേണ്ടത് ഇങ്ങനെയാണെന്ന് മറ്റുള്ളവർക്ക് മാതൃകയായി തീരട്ടെ. ആധ്യാത്മിക ഗുരുവിനെ സേവിക്കാൻ സ്വജീവിതം സമർപ്പിക്കുക എന്നത് ശിഷ്യൻ്റെ ധർമ്മമാണ്. പ്രിയപ്പെട്ട ദ്വിജോത്തമന്മാരെ, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ സർവ്വ അഭിഷ്ടങ്ങളും നിറവേറട്ടെ. എന്നിൽ നിന്ന് നിങ്ങൾ അഭ്യസിച്ച വേദങ്ങളെല്ലാം സദാ നിങ്ങളുടെ സ്മരണയിൽ തങ്ങി നിൽക്കട്ടെ. അങ്ങനെ വേദങ്ങൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ നിങ്ങൾക്ക് സ്വായത്തമാകട്ടെ. അവയിൽ നിന്നും തക്ക സമയത്ത് ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാകട്ടെ. ഈ ജന്മത്തിലും അടുത്ത ജന്മത്തിലും നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാകാതിരിക്കട്ടെ. ഈ കാര്യങ്ങളൊക്കെ ഭഗവാൻ കൃത്യമായിട്ട് സന്ദീപിനി മഹർഷി ഇങ്ങനെയൊരു ദുർഘട അവസ്ഥയിൽ അവിടെ വന്നിട്ട് ഈ കുട്ടികളോട് പറഞ്ഞ കാര്യമൊക്കെ കൃഷ്ണൻ ഓർത്തുകൊണ്ട് സുധാമാവിനോട് എടുത്തു പറയുന്നത് നാം ശ്രദ്ധിക്കണം എന്നർത്ഥം. കൃഷ്ണൻ തുടർന്നും നാം ആധ്യാത്മിക ഗുരുവിൻ്റെ ആശ്രമത്തിലായിരുന്നപ്പോൾ ഇതുപോലെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.